ചെറുപ്പക്കാരെ തിരിച്ചുവല്ലം ചെയ്യണ്ടേ അല്ലേ? Yes, that's it. Smart boy. Come on. Come on. Very bad thing. Timing ശരിയല്ല. സ്പീഡ് പോരാ. Come on. ഇത്രയേ ഉള്ളോ? ദേഹം നനഞ്ഞത് പോലില്ലല്ലോ. മോശം മോശം. ഗോപു അല്ലേ? ആ ബ്രീഫ് കേസ് എടുത്തുണ്ടോ? വാ. അങ്ങോട്ട് നിൽക്കേ, ഇവിടെ നീങ്ങി നിൽക്കേ. കുറെ കൂടെ അടുത്ത്. ഗോപു, hurry up, come here. കക്കാൻ പോയാൽ നിൽക്കാൻ പഠിക്കണം. നിങ്ങൾക്ക് കക്കാനും അറിയില്ല, നിൽക്കാനും അറിയില്ല. ഗോപു, ഉണ്ണി, ചാർലി, നിങ്ങൾ 3 പേരിൽ ഞാൻ കാണുന്നത് എന്നെ തന്നെയാണ്. വർഷങ്ങൾക്ക് മുൻപുള്ള എന്നെ. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടന്നപ്പോ നിവൃത്തിയില്ലാതെ നിങ്ങളെപ്പോലെ ഞാനും മോഷിച്ചിട്ടുണ്ട്. അന്ന് ഉള്ളു തുറന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരുപാട് പണമുള്ളവരാരെങ്കിലും കുറച്ച് പൈസ തന്നെ എന്നെ സഹായിച്ചു കഴിഞ്ഞു. പലരോടും ചോദിച്ചു, ആരും സഹായിച്ചില്ല. ഇന്നെനിക്ക് ധാരാളം പണമുണ്ട്, സഹായിക്കാനുള്ള മനസ്സുണ്ട്. ഞാൻ നിങ്ങൾക്ക് കുറെ പണം തരാൻ പോകുന്നു. ഔദാര്യമല്ല, പണ്ട് എനിക്ക് നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു അവസരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് കരുതിയാലും മതി. ഇത് 10,000 രൂപയുണ്ട് ഗോപുവിന്. ഇത് ഉണ്ണിക്ക്. ഇത് ചാർലിക്ക്. എന്ത് വേണോ ചെയ്യാം. ബുദ്ധിപൂർവ്വം ചെലവാക്കാം, ധൂർത്തടിച്ച് കളയാം. അവനവന്റെ ഇഷ്ടം പോലെ. പക്ഷെ ഒരു കാര്യമുണ്ട്, 1 വർഷത്തിന് ശേഷം നിങ്ങൾ എന്തൊക്കെയായി എന്ന് എനിക്കറിയണം. ഇന്ന് നവംബർ 27. അടുത്ത നവംബർ 27 നമ്മൾ വീണ്ടും ഇവിടെ വെച്ച് കൂടുന്നു. ഒരു മനുഷ്യായുസ് മുഴുവനും ധൂർത്തടിച്ച് കളയാനുള്ള തുക ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വന്തമെന്ന് പറയാൻ എനിക്കാരുമില്ല, ആരെയും അതിരുകടന്ന് വിശ്വസിച്ചിട്ടുമില്ല. പക്ഷേ നിങ്ങളെ ഞാൻ വിശ്വസിക്കുന്നു. 1 വർഷത്തിന് ശേഷം വീണ്ടും നാം കണ്ടുമുട്ടുമ്പോൾ എന്റെ വിശ്വാസം തെറ്റിയിട്ടില്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടാൽ അടുത്ത നവംബർ 27 ഗുരുദക്ഷിണ പ്ലാന്റേഷൻ. പ്രോമിസ്? പ്രോമിസ്. 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 ഉണ്ണി, അല്ലെങ്കിൽ തന്നെ നമുക്ക് എന്താണ് ഒരു കുറവ്? ശുഭശാപ്പാട്, ശ്രീ മുരുക ഭവൻ. അതിന് മുകളില് ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. വെറും ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല, വനിതാ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് നമ്മുടെ റൂമിന്റെ മുകളില് ഒരു ഫ്ലോറൂടെ. ആരോട് ചോദിച്ചിട്ടാണോ മുറി തുറന്നത്? ആരോടാ ചോദിക്കേണ്ടത്? തന്നോടോ? ഇത് എന്റെ മുറിയാ, ഞാനാ ഇതിന്റെ ഉടമസ്ഥൻ. പരിചയമില്ലായിരിക്കും അല്ലേ? അന്ന് മുറിയെടുത്തപ്പോ കണ്ടത് ഓർമ്മയില്ലേ? ചക്കാത്തിനല്ലല്ലോ, വാടകയ്ക്കല്ലേ? വാടകയ്ക്ക. പക്ഷേ അത് ചക്കാത്തിനായപ്പോഴുകൊണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നേ. വാടക ചോദിച്ചാ പോരെ, തരുമായിരുന്നല്ലോ. ചോദിച്ചാ മതിയായിരുന്നല്ലേ? അത് ഞാനിപ്പോഴാ അറിഞ്ഞത്. അപ്പോ കഴിഞ്ഞ 4 മാസമായിട്ട് ചോദിച്ച രീതി ശരിയല്ലായിരിക്കും അല്ലേ?
400 രൂപ എടുത്തേ. നീ കൊടുത്തേ. 400 രൂപ കൊടുത്തേക്ക്. 400 രൂപയുണ്ട്. 4 മാസത്തെ വാടക. സന്തോഷം. ഇനി സാധനങ്ങളെല്ലാം എടുത്ത് സ്ഥലം കാലിയാക്കിയ. സ്ഥലം കാലിയാക്കാനോ? ഇനി ഇവിടെ പൊറി വേണ്ടാന്ന്. അതെ, ഞങ്ങളുടെ വിലപിടിപ്പുള്ള പല സാധനങ്ങളും പോയെന്ന് പോലീസിൽ പരാതി കൊടുക്കും. ശരിയല്ലേ? അവരുടെ ലിസ്റ്റിലുള്ള പല തൊണ്ടി സാധനങ്ങളും ഇതിനകത്തുണ്ട്. വാടകയില്ല താമസിക്കാൻ ഒരു സ്ഥലവും തരും. കള്ളന്മാര് കേസ് കൊടുക്കുന്നൊരു കാലേ. എന്താ സംഭവം? പോലീസ് ഇപ്പൊ മൂടൗട്ടാ. കയ്യിൽ കാശും പോയി പെട്ട് റോട്ടിൽ പോയി. ₹100 അഡ്വാൻസ്. കളി കൊടു. കാശ് കൊടു. കൊടുത്തിട്ട് വേഗം വാ. 1127 കൊള്ളാം, നല്ല നമ്പറാണ്. അറിയാമോ ഞങ്ങൾക്ക് ചോദിക്കുക? നിന്റെ ഇരിക്കുന്നത് പുളുങ്കുരു ആണോ? എന്റെ കയ്യിൽ മാത്രമല്ല. അമ്മേ, കാശൊക്കെ എവിടെ? എടുക്കാൻ നോക്കൂല്ലേ? ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണോ? അല്ലേ അള്ളി, എനിക്കിത് വലിയ ബുദ്ധിമുട്ടായിരിക്കുക. അയ്യോ, എന്നാ ഇനി ഒന്നേര് വേണ്ട വേണ്ട, എല്ലാം തന്നാ മതി, ഞാൻ സൂക്ഷിച്ചോളാം. ഇത് 1-2 എടുത്ത് ചെലവാക്കിയ അടുത്ത കൊല്ലം തിരിച്ചു കൊടുക്കണ്ടേ? അത് അടുത്ത കൊല്ലത്തെ കാര്യമല്ലേ ഉണ്ണി. ഒരു 2 രൂപ ചേച്ചിക്കുന്നേ, ഫോൺ ചെയ്യട്ടെ. ഹലോ, 30658. ഹോൾഡ് ഓൺ പ്ലീസ്. ഹലോ, ഗിരിയല്ലേ? ഗുഡ് മോർണിംഗ്. ഗോപു. അയ്യോ, ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. ഇന്ന് മോർണിംഗ് ഫ്ലൈറ്റ് എത്തിയതേ ഉള്ളു. ബിസിനസ് അല്ലേ? കഴിഞ്ഞ ആഴ്ച എത്തേണ്ട ഷിപ്മെന്റ് ആണ്. എത്ര ഏജന്റ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്നേ. എല്ലാത്തിനും ഞാൻ തന്നെ പോണം. ഓർമ്മിച്ചോന്താ, അതല്ലേ ഓടി എത്തിയത്. പിന്നെ ഈരയ്ക്ക് വേണ്ടി ഓർഡർ കൊടുത്തതും സാരി നെക്ലസും ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് വരാനുള്ള അർജൻസിയിൽ ഒന്നും കളക്ട് ചെയ്യാൻ പറ്റില്ല. എപ്പോഴൊന്ന് കാണുക? വൈകിട്ടോ? ഓ യെസ്. ഇവിടുത്തെ നമ്പറോ? ഞാനിപ്പോ പുറത്തേക്ക് ഇറങ്ങുക, അങ്ങോട്ട് വിളിച്ചോളാം. ഓക്കെ? എക്സ്ക്യൂസ് മീ. യെസ്. മാച്ചസ് പ്ലീസ്. കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. എന്ത്? ഫോണിൽ കൂടി ആ പെണ്ണിനോട് പറഞ്ഞ പുള്ളിയെ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. മനസ്സിലായില്ല? മനസ്സിലായി തരാം, ബാ. ഇതാണ് പണമുണ്ടാക്കാനുള്ള എളുപ്പവഴി. 5-ന് 10, 10-ന് 20, ഒറ്റയ്ക്കിരട്ട. അതാണ് നോട്ടിരട്ടിപ്പ്. വിശ്വാസം ഉണ്ടെങ്കിൽ മതി. ഈ നോട്ടൊന്ന് കാണാൻ പറ്റുമോ? അതിനെന്താ, നോട്ട് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് കാശ് കൊടുത്താൽ മതി. നോട്ട് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് കാശ് കൊടുത്താൽ മതി. ഈ നോട്ടടവെപ്പ്, നോട്ടരട്ടിപ്പ് എന്നൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷേ എന്തോന്ന് പക്ഷേ? നീ കാശ് ഉണ്ണിയെ കാശ് കൊടുക്കാൻ എന്റെ ഇല്ല. അവനൊന്നും തരൂലടാ. എടാ, ഗുരുജിയുടെ കാറിന്റെ സ്റ്റീരിയോ മോട്ടിച്ചതിന് നമുക്ക് കിട്ടിയ ശിക്ഷ എന്താണ്? ഓരോരുത്തർക്കും 10,000 രൂപ വീതം. അതായത് സാക്ഷാൽ ലക്ഷ്മി ദേവി നമ്മളെ കടാക്ഷിച്ചു തുടങ്ങിയിരിക്കുന്നു. ആ സ്ഥിതിക്ക് ഇനി കാശ് വന്നുകൊണ്ടേയിരിക്കും. ഇത്രയും ചെറിയ തുകയ്ക്ക് സാറിന് കൊടുക്കാറില്ല. 50,000 ലക്ഷമൊക്കെയാ. പിന്നെ ജോണിച്ചൻ പറഞ്ഞു തരണം. പിള്ളേരല്ലേ, അവര് നന്നായി വരട്ടെ അല്ലേ? എന്റെ കയ്യിൽ 19,000 രൂപയുണ്ട്. $2,000 കൂടുതലുണ്ട്. ഇരിക്കട്ടെ, ജോണിച്ചന്റെ ഫ്രണ്ട് അല്ലേ?